മാഹി മേഖല PF പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ചൊക്ലി UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. 5 വർഷമായി അടച്ചുപൂട്ടി തൊഴിലാളികളെ പട്ടിണിക്കിടുന്ന സാഹചര്യം ഒഴിവാക്കി സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. PF പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് INDC ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ MB പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഇത് സംബന്ധിച്ച് കാര്യമായി ഞാൻ സംസാരിക്കാറ്. കാരണം ഞാൻ ഈ PF എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതാവും അതേപോലെ തന്നെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാവൊക്കെ ആയത് കാരണം പലപ്പോഴും അവർ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു വരികയാണ്. എന്തൊരു ബുദ്ധിമുട്ടാണെന്നല്ല നമ്മള് ഇതൊക്കെ പോട്ടെ, ഈ ഒരു പൗരന് അവസാനം കഴിയുന്ന കോടതിയാണ്. നമുക്കൊക്കെ എന്ത് നീതി നിഷേധം വന്നാലും ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റ് അധികൃതരോ ഒക്കെ നമ്മളോട് നീതികേട് കാണിച്ചാലും നമുക്കൊരു പ്രതീക്ഷ എന്താ? കോടതിയാണ്. ആവോ ജില്ലാ കോടതിയുണ്ട്, അല്ലെങ്കിൽ ഹൈക്കോടതിയുണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതി. അപ്പൊ സുപ്രീം കോടതിയും ജില്ലാ കോടതി ഹൈക്കോടതിയും ഒക്കെ നമുക്ക് അനുകൂലമായി വിധി തന്നിട്ട് ആ വിധി നടപ്പാക്കാണ്ടിരിക്കുകയാണ് നോക്കുന്നത് ഗവൺമെന്റ്. ഇപ്പൊ എന്താ PF എംപ്ലോയീസിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന പെൻഷൻകാരുടെ കാര്യത്തിൽ വന്നാൽ നമ്മൾക്ക് മിനിമമായ അർഹത പെൻഷൻ അനുവദിക്കണമെന്നും ഹയർ ഓപ്ഷൻ വേണമെന്നും ഒക്കെ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിട്ട് അതിനെതിരെ അപ്പീൽ പോയാൽ മതി. അവസാനം നമ്മൾ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞത് ശരിയാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റുള്ളൂ. അത് മറികടക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പോവുകയാണ്. SK വിജയൻ അധ്യക്ഷത വഹിച്ചു. മാഹി സ്പിന്നിംഗ് അന്ന് നമ്മുടെ PF പെൻഷനേഴ്സ് അസോസിയേഷൻ മാഹി സ്പിന്നിംഗ് മിൽ രൂപീകൃതമായിട്ടില്ല. അന്ന് മാഹി സ്പിന്നിംഗ് മിൽ ഉണ്ടായിരുന്ന യൂണിയനുകൾ സംയുക്തമായി നിരന്തരമായി കോഴിക്കോട് PF ഓഫീസുമായി ബന്ധപ്പെടുകയും അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം മിൽ മാനേജ്മെന്റിന്റെ സമ്മതത്തോടു കൂടി ഒരു പ്രത്യേക ആളുകളെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി അനൗദ്യോഗികമായി ഉണ്ടാക്കുകയും മുഴുവൻ ഫാമിലി പെൻഷൻ അംഗങ്ങളായ ആളുകളുടെ കണക്കുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 36,000 മുതൽ 40,000 വരെ അടക്കേണ്ട ആളുകൾക്ക് ചുരുങ്ങിയത് 19,000 രൂപ ഈ പെൻഷൻ ഫണ്ടിലേക്ക് അടക്കുന്ന ഒരു സാഹചര്യം അന്ന് മാഗി സ്പെന്നിങ്ങിലുണ്ടായിരുന്ന യൂണിയനുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മേഖലാ ജനറൽ സെക്രട്ടറി P ഭരതൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ M ശ്രീജയൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. MP രവീന്ദ്രൻ, C സുഗൂട്ടി, K ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് P രാഘവൻ പോത്തങ്ങാട് നന്ദി പ്രകാശിപ്പിച്ചു. സമഗ്ര ന്യൂസ് പാനൂർ.